ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്ററായിട്ടുള്ള 1185 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തവരൊന്ന് മെൻഷൻ ചെയ്യാം. നമ്മളുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഗുരുവായൂരപ്പൻ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ നന്ദി ബ്രോ ഈ തന്ന വലിയൊരു സപ്പോർട്ടിന്. അടുത്തതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ മുഹമ്മദ് ഫഹ്മി 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു നന്ദിയുണ്ട് ബ്രോ ഇങ്ങനെ സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്നതിന്. ഇവരോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ മറ്റെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. ഇന്ന് എല്ലാവരുടെയും കൂടെ കമൻസ് കാണിക്കാൻ ടൈം കിട്ടിയില്ല, ക്ഷമിക്കണം, അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇതുപോലെ തന്നെ തുടരുക. നല്ല എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് ഞാനും മുന്നോട്ട് പോയിക്കോളാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. സോ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ കവർ ഫോട്ടോ എന്ന് പറയുന്നത് ലൂഫിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബോവ ഹാൻകോക്ക് നല്ല തകർപ്പനായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. ഹാൻകോക്കിന്റെ അതിമാരകമായിട്ടുള്ള കുക്കിംഗ് ട്രെയിനിങ്. ഇനി ചാപ്റ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്രൂക്കിന്റെ ഫ്ലാഷ് ബാക്ക് കണ്ടിന്യൂവേഷൻ ആണ്. കിങ് റുവൻ ഇപ്പോൾ പറയുന്നുണ്ട്, ക്യാൻഡലേ ബ്രൂക്കിനെ നിന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട്, അതായത് ഒരു അറ്റൻഡന്റ് ആയിട്ട് ഒപ്പം കൂട്ടിക്കോ. എന്നിട്ട് നീ അവൻ ഈ കൊട്ടാരത്തിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഒരു ട്രെയിനിങ് കൊടുക്ക്. ക്യാൻഡൽ ആണെങ്കിലും ഇപ്പോൾ ഉത്തരവ് പോലെ കിങ് റുവൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബ്രൂക്കും ക്യാൻഡലും കൊട്ടാരത്തിന് സമീപത്തുള്ള ഗാർഡനിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ബ്രൂക്കിന്റെ കയ്യിൽ ഇപ്പോൾ അവനേക്കാളും നീളമുള്ള ഒരു വാള്, ക്യാൻഡലിന്റെ വാള് ഇരിപ്പുണ്ട്. കാര്യം ബ്രൂക്ക് ഇപ്പോൾ ക്യാൻഡലിന്റെ അസിസ്റ്റന്റ് ആണല്ലോ. ഇവരിപ്പോ നടന്നു പോകുന്ന വഴിയിൽ 4 പെൺകുട്ടികൾ നിൽപ്പുണ്ട്. ഇപ്പൊ അവരെ കണ്ടിട്ട് ബ്രൂക്ക് പറയുന്നുണ്ട്, ഈ കൊട്ടാരത്തിന് ചുറ്റും എന്തുമാത്രം സുന്ദരികളാ. 1 സുന്ദരി, 2 സുന്ദരി, ഇവള് വേണ്ട, 3 സുന്ദരി എന്നൊക്കെ ബ്രൂക്ക് ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതിലൊരു പെൺകുട്ടിക്ക് തടി കുറച്ച് കൂടുതലാണ്, അതാണ് ബ്രൂക്ക് അവളെ സ്കിപ്പ് ചെയ്തത്. ആ പെണ്ണുങ്ങളെല്ലാം ആണെങ്കിൽ ഇപ്പോൾ ക്യാൻഡലിന്റെ സൗന്ദര്യം കണ്ടിങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ്. ക്യാൻഡൽ ഇപ്പോൾ ബ്രൂക്കിനോട് പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ ഈ വളവളാന്നുള്ള സംസാരം. ബ്രൂക്ക് ഇപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, ഈ പെൺകുട്ടികളിലെല്ലാം വെച്ച് നമ്പർ 1 സുന്ദരി പക്ഷെ ക്യാൻഡൽ തന്നെയാണ്. ക്യാൻഡൽ ഇപ്പോൾ സഹി കേട്ടിട്ട് ഇവനോട് പറയുന്നുണ്ട്, എടാ നിന്റെ സംസാരം ശ്രദ്ധിക്ക്, ലേഡി ക്യാൻഡൽ അല്ലെങ്കിൽ ക്യാൻഡൽ സമ, നീ എൻ്റെ അറ്റൻഡന്റ് ആണ്, അത് മറന്നോ? ബ്രൂക്ക് ഇപ്പോൾ ഇതൊന്നും വകവെക്കാതെ ആ 4 പെൺകുട്ടികളിൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് ചെന്നിട്ട് നിന്റെ പാൻറ്റീസ് ഒന്ന് കാണിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ക്യാൻഡൽ ആണെങ്കിൽ ഇപ്പോൾ ഇവന്റെ ഈ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് എടാ ബ്രൂക്ക് എന്ന് വിളിച്ച് അലറുന്നുണ്ട്. ക്യാൻഡൽ ഇപ്പോൾ ബ്രൂക്കിനെ മ്യൂസിക് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബ്രൂക്കിന്റെ കയ്യിലൊരു പുതിയ ഗിറ്റാറൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ക്യാൻഡൽ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സ്കൂൾ യൂണിഫോം ധരിക്കാൻ ഇഷ്ടമല്ലേ എന്ന്. പക്ഷെ ബ്രൂക്കിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂൾ ലൈഫുമായിട്ട് അവൻ ഒരുപാട് അങ്ങ് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അവന് കിഡിലൻ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റാതാവും. മാത്രവുമല്ല, ഞാൻ ഒരിക്കൽ ധരിക്കാൻ ആഗ്രഹിക്കുന്ന യൂണിഫോം അത് ഇവിടുത്തെ ബാറ്റിൽ കൺവോയിയുടെ യൂണിഫോം ആണെന്നും ബ്രൂക്ക് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ബ്രൂക്ക് ഇങ്ങനെ ഗിറ്റാറും പിടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പൊ ക്യാൻഡൽ ആണെങ്കിലും അവനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രൂക്ക് എസ്പീരിയ കിങ്ഡത്തിലെ 2 സൈനികരെടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ബ്രൂക്കിനോട് പറയുന്നുണ്ട്, എടാ മോനെ, നിന്നോട് ഞങ്ങൾക്ക് അസൂയയാണ് കേട്ടോ, ലേഡി ക്യാൻഡലിന്റെ അറ്റൻഡർ ആവാനുള്ള അവസരമല്ലേ നീ അടിച്ചെടുത്തത്. ബ്രൂക്ക് ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് യോഹോഹോ എന്ന് ചിരിക്കുന്നുണ്ട്. ഇനി കാണിക്കുന്നത് ബ്രൂക്കും ക്യാൻഡലും കൂടെ വാൾപ്പയറ്റ് പരിശീലിക്കുന്നതാണ്. ബ്രൂക്ക് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ക്യാൻഡലേ, ക്യാൻഡലിന്റെ മനസ്സിൽ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ക്യാൻഡൽ ഇപ്പോൾ പറയുന്നുണ്ട്, എടാ ലേഡി ക്യാൻഡൽ എന്ന് വിളിക്ക്, എത്ര തവണ പറഞ്ഞു നിന്നോട്. പിന്നെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ആഗ്രഹിക്കാനേ പറ്റൂ. എനിക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റുന്നതിൽ ഉയരത്തെ ആളിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ ഷോർട്ട് ഫൈറ്റിങ്ങിലെ സ്കില്ലൊക്കെ ഇത്ര ഇമ്പ്രൂവ് ചെയ്തത് തന്നെ. കാര്യം അങ്ങനെ വരുമ്പോൾ മറ്റാരേക്കാളും കൂടുതൽ സമയം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിനെ സംരക്ഷിക്കാനായിട്ട് കൂടെ നിൽക്കാമല്ലോ. ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഈ സൈനികരുടെ യൂണിഫോം ഒക്കെ ഒന്ന് ആദ്യം മാറ്റിയിട്ട് നല്ലൊരു പെൺകുട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി നിന്നാൽ അയാൾ ആരായാലും ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ മൂക്കും കുത്തി വീഴും. ക്യാൻഡൽ ഇപ്പോൾ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കിങ്ങനെ എന്നും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കാനുള്ള അവസരം കിട്ടിയാൽ മതി, അത് തന്നെ ധാരാളം. ഒപ്പം നിൽക്കാനെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് അത് ഞാനാണോ? ഇപ്പോൾ ഒരിക്കലും അല്ലടാന്ന് പറഞ്ഞ് ക്യാൻഡൽ അലറി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ സിറ്റിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബ്രൂക്ക് ചോദിക്കുന്നുണ്ട്, ലേഡി ക്യാൻഡൽ, നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്നത് ആണുങ്ങൾ ഇടുന്ന ടൈപ്പ് അണ്ടർവെയർ ആണോ? അല്ല എന്നിപ്പോൾ ക്യാൻഡൽ പറയുന്നുണ്ട്. ബ്രൂക്ക് ഇപ്പോൾ എടുത്തടിച്ച പോലെ, ആഹാ അങ്ങനെയാണോ, എന്നാ നിങ്ങളുടെ ആ പാൻറ്റീസ് ഒന്ന് കാണിച്ചേ. ക്യാൻഡൽ ഇപ്പോൾ ആകെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ബ്രൂക്കെ, നിന്റെ സംസാരം ഇതുവരെ ശരിയായിട്ടില്ല. ആൾക്കാരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് പൊളൈറ്റ് ആയിട്ട് ചോദിക്കണം, അല്ലാതെ ഇങ്ങനെ ഇരുന്ന് വഷളത്തരം പറയരുത്. ഓഹോ അങ്ങനെയാണോ? എന്നാൽ അവിടുന്ന് ദയവായിട്ട് ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ആ പാൻറ്റീസ് ഒന്ന് കാണിച്ചു തരാമോ? ഈ ശൈലി എങ്ങനെയുണ്ട്, ഇതൊക്കെയാണോ? ക്യാൻഡൽ ഇപ്പോൾ ബ്രൂക്കിന്റെ തലക്കിട്ടൊരു കിഴുക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഒരിക്കലും അല്ല, ഇപ്പോഴും നീ സംസാരിക്കുന്നത് റോങ് ആയിട്ട് തന്നെയാണ്. പൊളൈറ്റ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നതിനോടൊപ്പം ആൾക്കാരോട് നല്ല മാനേഴ്സോടുകൂടി പെരുമാറുകയും വേണം. നിന്നെ മര്യാദക്കാരനാക്കാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരാൾ മറ്റുള്ളവരോട് എത്ര പൊളൈറ്റ് ആയിട്ടും റെസ്പെക്റ്റോടുകൂടിയും പെരുമാറുന്നു എന്നുള്ളതും അവരുടെ സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്.
ഇപ്പോൾ ഇതെല്ലാം കേട്ട ബ്രൂക്ക് പറയുന്നുണ്ട്, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നന്നായിക്കോളാം, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി ശ്രമിക്കാം. അങ്ങനെ ബ്രൂക്കിൻ്റെ ആ കുട്ടിക്കാലത്തെ ഫ്ലാഷ് ബാക്ക് എൻ്റെ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഷുറിക്ക് ആ ഗാർഡനിലിരുന്ന് അത് നറേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ബ്രൂക്ക് ഇപ്പോൾ അവൾക്ക് അവളുടെ അമ്മയായിട്ടുള്ള ക്യാൻഡലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ക്യാൻഡൽ സമയം ഈ കിങ്ഡത്തിലുള്ള എല്ലാവരും ഒരേപോലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഈ കിങ്ഡത്തിൽ മുഴുവൻ പ്രകാശം പരത്തുന്ന ഒരു സൂര്യനാണ് ക്യാൻഡൽ സമ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വേൾഡ് ഗവൺമെന്റിന്റെ ഒരു ഷിപ്പ് ഈ എസ്പീരിയ പോർട്ടിലേക്ക് വന്നു. നമ്മളുടെ രാജ്യത്തിലുള്ള ആരും അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു അതോറിറ്റി ഇവിടെ മുഴുവൻ വിറപ്പിച്ച കുറച്ച് നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഷുറി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ അല്ലേ? ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, അത് തന്നെ. അവന്മാരെ സഹിക്കാൻ അത്യാവശ്യം നല്ല പാടാ, ഇതുപോലെ മെനകെട്ടവന്മാര്. അതിൻ്റെയൊക്കെ മാനസിക സമ്മർദ്ദം കൊണ്ടാവണം ആ സമയത്ത് ലേഡി ക്യാൻഡൽ കുറച്ച് മാസത്തേക്ക് ക്ഷീണിച്ച് കിടപ്പിലായിപ്പോയി. അതേപോലെ തന്നെ ലേഡി ക്യാൻഡലിന് സംഭവിച്ച ഈ കാര്യം അറിഞ്ഞ ജനങ്ങളുടെ അവസ്ഥയും ആകെ ഡാർക്കായി. ഇങ്ങനൊരവസ്ഥയിൽ ചിരിക്കാൻ പാടില്ല എന്നറിയാം, എന്നാലും ഈ എസ്പീരിയ കിങ്ഡത്തിൽ ഉദിച്ചിരുന്ന സൂര്യൻ അസ്തമിച്ചതുപോലെയുള്ള നാളുകളായിരുന്നു അത്, മനസ്സിലായില്ലേ? പക്ഷെ മൂഡ് ഓഫ് ആവണ്ട, അതിനുശേഷം വന്ന ഒരു ന്യൂസ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു പ്രിൻസസ് ഷുറി. എന്താന്ന് വെച്ചാ, നിന്റെ അച്ഛൻ, അതായത് ഒരു കാലത്ത് എല്ലാവരും അറുബോർണായ ഒരു രാജകുമാരനെന്ന് ചെല്ല പേരിട്ട് വിളിച്ചിരുന്ന പ്രിൻസ് റുവൻ എസ്പീരിയ കിങ്ഡത്തിന്റെ പുതിയ രാജാവായിട്ട് ചുമതലയേറ്റു. അതേ സമയത്ത് തന്നെയായിരുന്നു നിന്റെ അമ്മയായിട്ടുള്ള ലേഡി ക്യാൻഡലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിവാഹം. സത്യം പറഞ്ഞാൽ ഈ എസ്പീരിയയിൽ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്, ഒരു ലൈവ് കൺസേർട്ടിന്റെ വേദി പോലെ. പിന്നെ കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ നീ ജനിച്ചു, പ്രിൻസസ് ഷുറി, ഈ എസ്പീരിയ കിങ്ഡത്തിന്റെ മുത്ത്. രാജ്യം മുഴുവൻ സന്തോഷത്തിൽ ആറാടിയിരുന്ന സമയമായിരുന്നു അത്. ആളുകളൊക്കെ നിന്റെ മുഖം നോക്കിയിട്ട് എന്തൊക്കെയാ പറഞ്ഞേ? ആ കുഞ്ഞിന്റെ മുഖം നോക്കിക്കേ, എന്തൊരു സുന്ദരിയാ അവള്, ലേഡി ക്യാൻഡലിനെ പോലെ തന്നെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ബ്രൂക്ക് പെട്ടെന്ന് ഷുറിയോട് പറയുന്നുണ്ട്, എക്സ്ക്യൂസ് മീ, ഞാൻ മാറ്ററിൽ നിന്ന് കുറച്ച് വഴുതി പോയി. പക്ഷേ ഞാനിപ്പോൾ നിന്റെ അടുത്ത് നറേറ്റ് ചെയ്ത ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നിന്റെ പേരൻസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവർക്ക് രണ്ടുപേർക്കും വേണ്ടി എൻ്റെ ഈ ജീവൻ കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന 2 പേരാണ് അവർ. എന്നിട്ട് ബ്രൂക്ക് വീണ്ടും ഒരു പാട്ട് പാടാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ ഷുറി ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്, പപ്പ മമ്മ മമ്മ പപ്പ. സോ ബ്രൂക്ക്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ? ഞാൻ അപകടത്തിലായ ബ്രൂക്ക് എന്ത് ചെയ്യും? ബ്രൂക്ക് ഇപ്പൊ പറയുന്നുണ്ട്, അതിനിപ്പോ എന്താ സംശയം, നിന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ പണയം വെക്കാനും ഞാൻ തയ്യാറാണ്. ഷുറി ഇപ്പോ മുഖത്തിങ്ങനെ ആകെ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ അവരുടെ മകളായതുകൊണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ഷുറിക്ക് ആകെ പിണക്കമായി എന്ന് മനസ്സിലായിട്ടുണ്ട് ബ്രൂക്കിന്. ബ്രൂക്ക് ഇപ്പൊ പറയുന്നുണ്ട്, അല്ല, അതുകൊണ്ടല്ല, അങ്ങനെ അല്ലായിരുന്നെങ്കിലും നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തേനെ. ഷുറി ഇപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒന്നും പറയണ്ട, ഈ കാര്യം ഹൃദയത്തിൽ തൊട്ട് പറയാൻ പറ്റുമോ ബ്രൂക്കിന്? ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ പിണങ്ങിയിരിക്കുന്ന ഷുറിയെ ഒരു ലോലിപോപ്പ് കൊടുത്ത് ബ്രൂക്ക് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കോംപ്രമൈസ് ആയിട്ട് അവരിപ്പോൾ ആ വാൾപ്പയറ്റ് ട്രെയിനിങ് വീണ്ടും തുടരുന്നുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഷുറിയെ ഇങ്ങനെ തോളത്തെടുത്ത് വെച്ചുകൊണ്ട് ബ്രൂക്ക് അതുവഴി നടക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് അവളുടെ അച്ഛനെയും അമ്മയും കണ്ടിട്ട് ഷുറി ഇപ്പോൾ പപ്പാന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. റുവൻ ഇപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് അച്ഛാന്ന് വിളിച്ചൂടെ? കൊച്ചു കുട്ടികളെ പോലെ ഇപ്പോഴും പപ്പ എന്ന് വിളിച്ച് നടക്കുക. ഷുറി ആണെങ്കിൽ ഇപ്പോൾ എന്നാ ഐ ലവ് യു അച്ഛാ എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ റുവൻ ആണെങ്കിൽ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നു. ക്യാൻഡൽ ആണെങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രൂക്കും ഷുറിയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് നമ്മളെ കുറേ ചിത്രങ്ങളിലൂടെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അതായത് ഷുറിയുടെ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുമ്പോൾ ബ്രൂക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റുമായിട്ട് ഓടി വരുന്നു. മഴയത്ത് നനയാതിരിക്കാൻ അവൾക്കും ഒരു പട്ടിക്കുട്ടിക്കും ഇങ്ങനെ കൊട പിടിച്ചു കൊടുക്കുന്നു. പിന്നെ ഷുറി അവൾക്ക് നീളം വെച്ചോന്ന് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രൂക്ക് മറ്റു പെൺകുട്ടികളുമായിട്ട് കോഴിത്തരം കാണിക്കുന്നതിനൊക്കെ ഷുറിക്ക് ഭയങ്കര എതിർപ്പാണ്. വയ്യാതെ കിടക്കുമ്പോൾ ഒരു നേഴ്സിനെ പോലും ബ്രൂക്കിന്റെ അടുത്തേക്ക് ഷുറി അടുപ്പിക്കില്ല. ബ്രൂക്കിനായിട്ട് അവൾ ആഹാരം പാകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാൻഡൽ അടുത്ത് നിന്ന് അവളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രൂക്ക് ആ ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുന്നു, അവളിങ്ങനെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നു. ഈ ഒരു പാനൽ കണ്ടപ്പോൾ ഷുറിക്ക് കറക്റ്റ് നാമിയുടെ ഒരു കട്ട്. ഇപ്പോൾ ഈ പാനലിൻ്റെ എല്ലാം കൂടെ ബ്രൂക്ക് ഷുറിക്ക് വേണ്ടിയിട്ട് ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിനക്ക് നിന്റെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് മാറി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ പാട്ട് പാടിയാൽ മതി. അതായത് എന്നെ ഇനിയെങ്കിലും എൻ്റെ വഴിക്ക് വിടൂ എന്നാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. ലീവ് മീ ബി. ഇപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേരും. ബ്രൂക്ക് ഇത് പറയുന്നത് ഇപ്പോൾ വേറൊരു ഭാഷയിലാണ്. ഇപ്പോൾ ഇത് ഏതാണ് ഭാഷ എന്ന് ഷുറി ബ്രൂക്കിനോട് ചോദിക്കുന്നുണ്ട്. ഇത് പടിഞ്ഞാറുള്ള കാമിഗറ്റ എന്ന് പറയുന്ന രാജ്യത്തെ ഭാഷയാണെന്ന് ബ്രൂക്ക് ഇപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ബ്രൂക്കും ഷുറിയും ഒക്കെ ഇങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെ ഷുറിക്ക് 15 വയസ്സ് തികഞ്ഞപ്പോൾ എസ്പീരിയയിൽ നിന്നും സംഗീതം അപ്രത്യക്ഷമായി. ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻ ഇങ്ങനെ നിന്ന് വയലിൻ വായിക്കുന്നത് കാണാം. പക്ഷേ അതിൽ നിന്ന് വരുന്ന ശബ്ദം വളരെ മോശമാണ്. ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അയാൾ അമ്പരക്കുന്നുണ്ട്. ഇപ്പോൾ നറേറ്റർ തുടർന്ന് പറയുന്നുണ്ട്, ആ വർഷം തന്നെ എസ്പീരിയയിൽ ഒരു കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെട്ടു. ഏതാണ്ട് 6 മാസത്തോളം ആ മൂടൽമഞ്ഞ് അതേ രീതിയിൽ തന്നെ തുടർന്നു.
എസ്പീരിയ രാജ്യത്തിലുള്ളവർ നിധി പോലെ കരുതുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തുരുമ്പെടുത്ത് നശിച്ചു. ആ മൂടൽമഞ്ഞ് പതിയെ പതിയെ ഒരു വിഷപ്പുകയായി മാറി ഈ എസ്പീരിയ രാജ്യം മുഴുവൻ പടർന്നു. ഇപ്പോൾ ഇവിടെയെങ്ങും മുഴങ്ങി കേൾക്കുന്നത് ഇവിടുത്തെ സംഗീതമല്ല, ഈ വിഷപ്പുക ശ്വസിച്ച് ഇവിടുത്തെ ആൾക്കാരുടെ ചുമയാണ്. ഇപ്പോൾ ആകെ ചുമച്ച് വയ്യാതിരിക്കുകയാണെങ്കിലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗിറ്റാർ വെച്ചിട്ട് ബ്രൂക്ക് ഇങ്ങനെ മ്യൂസിക് വായിച്ച് ഇവിടെയുള്ള ആൾക്കാരെ ചെറുതായിട്ടെങ്കിലും എൻകറേജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷപ്പുക ശ്വസിച്ച് ലെങ്സ് എല്ലാം നാശമായി 100 കണക്കിന് ആൾക്കാരുടെ ജീവൻ വരെ നഷ്ടമായി എന്ന് നറേറ്റർ പറയുന്നുണ്ട്. ഈ രാജ്യത്ത് മൂടി നിൽക്കുന്ന ഈ പുകപടലം ഉറപ്പായിട്ടും ഉടൻ തന്നെ മറഞ്ഞു പോകുമെന്നും പറഞ്ഞ് ക്യാൻഡൽ ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നറേറ്റർ പറയുന്നുണ്ട്, ഒന്നിനു പുറകെ ഒന്നായി എസ്പീരിയ രാജ്യത്ത് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. രാജ്യം ക്ഷയിച്ച് പൊക്കോണ്ടിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം ആ പുകപടലങ്ങൾ അവിടുന്ന് ക്ലിയറായി. പക്ഷെ അതുണ്ടാക്കി വെച്ച തീരാ നഷ്ടങ്ങൾ ഈ രാജ്യത്തെ ഒരു നാശത്തിന്റെ വക്കിലെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മരിച്ചടക്കാണ്. അതായത് ക്യൂൻ ക്യാൻഡൽ മരിച്ചിരിക്കുകയാണ്. ബ്രൂക്കും ഷുറിയും അവിടുത്തെ ജനങ്ങളും ഒക്കെ പൊട്ടിക്കരയുകയാണ്. റുവനാണെങ്കിലും ക്യാൻഡലിന്റെ കുഴിമാടത്തിനടുത്തിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇപ്പോൾ കൊട്ടാരത്തിലെ ഒരു ഭടൻ റുവനോട് വന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. അതായത്, അങ്ങുന്നേ, വേൾഡ് ഗവൺമെന്റിന് ഹെവൻലി ട്രിബ്യൂട്ട് കൊടുക്കാനുള്ള സമയമായി. പക്ഷേ അതിനുള്ള പണം നമ്മളുടെ ഖജനാവിൽ ഇപ്പോൾ ഇല്ല. ഇനിയും നമ്മളെ കാണിക്കുന്നത് ബ്രൂക്കും ഷുറിയും കൂടി ആ വാൾപ്പയറ്റ് നടത്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷുറി ഇപ്പോൾ വളരെ നല്ല രീതിക്ക് തന്നെ ബ്രൂക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫൈറ്റിന് ശേഷം ബ്രൂക്ക് അവളോട് പറയുന്നുണ്ട്, രാജകുമാരിയുടെ മൂവ്മെന്റ്സ് ഒക്കെ കിടിലമാണല്ലോ. ചില മൂവ്മെന്റ്സ് ഒക്കെ കണ്ടിട്ട് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്ത് നീ ഫൈറ്റ് ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു, കിടിലമായിരുന്നു. അവളിപ്പോൾ പറയുന്നുണ്ട്, പിന്നല്ല, ഞാൻ എൻ്റെ അമ്മയെ പോലെ ഒരു കിടിലം ഫൈറ്റർ ആവും, നോക്കിക്കോ. ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, ആ കാര്യത്തിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ യുദ്ധത്തിലൊക്കെ മുൻനിരയിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ നിന്റെ അച്ഛൻ അനുവദിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഷുറി ഇപ്പോൾ പറയുന്നുണ്ട്, ഈയിടെയായിട്ട് അച്ഛൻ്റെ മൂഡ് ശരിയല്ല, എന്തോ അച്ഛൻ്റെ മനസ്സിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം രാജാവാണ്, എൻ്റെ റോളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഷുറി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ബ്രൂക്കിനൊരു പൈറേറ്റ് ആവണ്ടേ, അതല്ലേ ബ്രൂക്കിൻ്റെ ആഗ്രഹം? ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും എന്നും അതിന് തന്നെയാണ് എൻ്റെ മനസ്സിൽ 1ാം സ്ഥാനം. എൻ്റെ സ്വപ്നങ്ങൾക്ക് ഞാൻ അത് കഴിഞ്ഞുള്ള സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ. ഷുറി ഇപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ബ്രൂക്കിൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റുന്ന ആ സമയം വരുമ്പോൾ ഞാനും ബ്രൂക്കിനൊപ്പം വരും, ഓക്കെ? പിന്നെ നിന്നെ ഞാനതിന് കൊണ്ടുപോയിട്ട് വേണ്ടേ, നീയൊന്നും വരണ്ട എന്ന് ബ്രൂക്ക് പറയുന്നു. ഞാൻ വരും എന്ന് പറഞ്ഞ് അവൾ വീണ്ടും വാശി പിടിക്കുന്നുണ്ട്. ഇനി നമ്മളെ കാണിക്കുന്നത് ആകെ എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കിങ് റുവൻ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിനോട് പറയുന്നുണ്ട്, ഇനി നമ്മുടെ മുന്നിലുള്ളത് യുദ്ധമാണ്, നമ്മുടെ ശത്രു വേൾഡ് ഗവൺമെൻറ്റും. ഇപ്പോൾ ഇത് കേട്ടിട്ട് സൈന്യത്തിലുള്ളവരെല്ലാം ഞെട്ടുന്നുണ്ട്. പക്ഷേ ബ്രൂക്ക് ആണെങ്കിൽ ഉത്തരവ് പോലെ എന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് നടക്കുന്നു. ഇപ്പോൾ ബാക്കി ഗാർഡ്സ് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ നിൽക്കൂ. എന്നിട്ട് അവർ റുവനോട് ചോദിക്കുന്നുണ്ട്, അങ്ങുന്നേ, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം എന്താണെന്നൊന്ന് പറയൂ. റുവൻ ഇപ്പോൾ ബ്രൂക്കിനെ ഇങ്ങനെ വിളിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സൈന്യത്തിനോട് മൊത്തമായിട്ട് റുവൻ പറയുന്നു, ഈ വർഷത്തെ ഹെവൻലി ട്രിബ്യൂട്ട് അടയ്ക്കുന്നതിൽ നിന്നും നമ്മുടെ രാജ്യത്തെ ഒഴിവാക്കി കിട്ടാനായിട്ട് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇവിടുന്നുള്ള 1000 ആൾക്കാരെ അവരുടെ അടിമകളാക്കി നൽകാനാണ്. ഹോളി ലാൻഡിലേക്ക് അടിമകളായി പോകുന്നത് സ്വയം തൂക്കുമരത്തിൽ കയറുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ജനങ്ങളും പറയുന്നുണ്ട്, ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന്. റുവൻ ഇപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, 2 മാസം കൂടി കഴിഞ്ഞാൽ വേൾഡ് ഗവൺമെന്റിന്റെ കപ്പലുകൾ ഇവിടെ വരും. പക്ഷെ ഞാൻ ഇവിടുന്ന് അവന്മാർക്ക് ഒരൊറ്റ ആളെ പോലും നൽകാൻ പോകുന്നില്ല. ഇപ്പോൾ ടൗണിൽ വെച്ച് ബ്രൂക്കിനോട് കുറെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യം നശിക്കാൻ പോവുകയാണോ ക്യാപ്റ്റൻ? വേൾഡ് ഗവൺമെന്റുമായിട്ട് അഫിലിയേറ്റഡ് അല്ലാത്ത രാജ്യങ്ങൾ നിയമമില്ലാത്ത മേഖലകളായി മാറുമെന്നല്ലേ പറയാറ്? അങ്ങനെയായാൽ ഇവിടവും കൊള്ളയും കൊലയും ഒക്കെ കൊണ്ട് നിറയുമോ? ഈ അടുത്തിടെ ഇങ്ങനെ വെസ്റ്റ് ബ്ലൂവിലെ ഒരു രാജ്യം തന്നെ ഇല്ലാതായി എന്ന് കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പല കാര്യങ്ങളും ബ്രൂക്കിനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വേൾഡ് ഗവൺമെന്റ് അല്ല, ആര് വന്നാലും നമ്മൾ അവരെയൊക്കെ തുരത്തി ഓടിക്കും, നമ്മുടെ രാജ്യത്തിന് ഒന്നും പറ്റില്ല എന്ന് പറയുന്ന ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു പാട്ട് ബ്രൂക്ക് ആ ജനങ്ങൾക്ക് പാടിക്കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രൂക്കിൻ്റെ ഈ പാട്ടൊക്കെ കേട്ട് ജനങ്ങൾ കുറച്ച് നേരത്തേക്കൊന്ന് സന്തോഷിച്ച് ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ ദിവസം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗാർഡ്സ് മെസ്സേജ് കൊടുക്കുന്നത് കേൾക്കാം. അതായത് ഗവൺമെൻറ് കപ്പലുകൾ വടക്ക് ദിശയിലുള്ള പോർട്ടിൽ എത്തിയിട്ടുണ്ട്, 12ാം നമ്പർ സ്ക്വാഡ് എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യണം എന്നൊക്കെ അവർ പറയുന്നു. ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പോൾ സ്പീഡിൽ കൊട്ടാരത്തിലേക്ക് ഓടുകയാണ്. ഇപ്പോൾ കുറേ മറീൻ ഷിപ്സ് പോർട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഗാർഡ്സ് പറയുന്നുണ്ട്, ഇത്രയധികം മറീൻ ഷിപ്സ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല, എന്തു വന്നാലും യുവമാരെ ഒന്നും ഇവിടെ കാല് കുത്താൻ അനുവദിക്കരുതെന്ന്. ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പോൾ മുന്നിലുള്ള ഗവൺമെന്റ് ഏജൻസിനെ മറീൻസിനെയൊക്കെ വെട്ടി തള്ളിക്കൊണ്ട് കൊട്ടാരത്തിനടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ആ ലീവ് മീ ബി സോങ്ങും ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട്. ഇപ്പോൾ കൊട്ടാരത്തിനടുത്ത് നിൽക്കുന്ന ഗാർഡ്സ് ബ്രൂക്കിനോട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ, ശത്രുക്കൾ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട്, അകത്തേക്കുള്ള സ്റ്റേഴ്സ് എല്ലാം ബ്ലോക്ക് ചെയ്യുക, ബാക്കി ഞാൻ നോക്കിക്കോളാമെന്ന് ബ്രൂക്ക് പറയുന്നു. ഇപ്പോൾ ബ്രൂക്ക് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അതായത് റുവനും ഷുറിയും തമ്മിൽ നടന്നൊരു വഴക്ക്.
ഞാൻ ഫൈറ്റ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് ഷുറി വഴക്കിടുന്നു. ഇപ്പൊ റുവൻ പറയുന്നുണ്ട്, വെറുതെ വിവരക്കേട് പറയാതെ, നീ എങ്ങാനും അവരുടെ പിടിയിലായാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് ഓടി ചെല്ലുന്ന ബ്രൂക്കും ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, പ്രിൻസസ് ഷുറി എടുത്തു ചാടി പ്രശ്നമൊന്നും ഉണ്ടാക്കിയേക്കല്ലേ. ഇപ്പോൾ കൊട്ടാരത്തിന് മുന്നിൽ നിൽക്കുന്ന ശത്രുക്കള് ഈ ഓടി വരുന്ന ബ്രൂക്കിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഒരു ഗാർഡല്ലേ വരുന്നത്. അവന്മാരെ ഇപ്പോൾ സിമ്പിളായിട്ട് വെട്ടിത്തള്ളിയിട്ട് ബ്രൂക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഷുറിയുടെയും ബ്രൂക്കിന്റെയും സ്ഥിരം ചില്ലിംഗ് സ്പോട്ടായിട്ടുള്ള കൊട്ടാരത്തിലെ ആ പൂന്തോട്ടവും അതേപോലെ തന്നെ റുവനെ ബ്രൂക്ക് ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ആ വേസ്റ്റ് ഇടുന്ന സ്ഥലവും എല്ലാം കത്തി അമരുന്നത് കണ്ടിട്ട് ആ വിഷമത്തിൽ ശത്രുക്കളെല്ലാം വെട്ടി താഴെയിട്ട് പ്രിൻസസ് ഷുറി, കിങ് റുവൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ബ്രൂക്ക് കൊട്ടാരത്തിനുള്ളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ആ സിംഹാസനമുള്ള മുറി തുറന്ന് അകത്തേക്ക് കയറുന്ന ബ്രൂക്ക് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് കിങ് റുവൻ മരിച്ച് താഴെ കിടക്കുന്നു. തൊട്ടടുത്തായിട്ട് വാളും പിടിച്ചുകൊണ്ട് ഷുറി നിൽക്കുന്നു. രണ്ടുപേരും ആ ഡോമി റിവേഴ്സി ഫോമിലാണുള്ളത്. കിങ് റുവന്റെ ദേഹത്തും ആ ചിറകുകളും തലയിൽ കൊമ്പും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഷുറിയും ആ ഫോമിലാണ്. ഇവരുടെ അടുത്തായിട്ട് ആ പടിക്കെട്ടിൽ ഹോളി നൈറ്റിന്റെ കോസ്റ്റ്യൂമിൽ സിഗാറും വലിച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള അയാളുടെ ചെറിയൊരു രൂപം നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ രൂപം കണ്ടിട്ട് ആ ബ്ലാക്ക് ബിയേഡിന്റെ ക്രൂവിൽ ഇപ്പോൾ ഉള്ള ഷിറിയും ഉണ്ടല്ലോ, പുള്ളിയുമായിട്ട് ഒരു റിസംബ്ലൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവരുടെ അടുത്തായിട്ട് ഗൊറോസയിലെ ആ മാഴ്സ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ആ ഒരു മോൺസ്റ്റർ ഫോം പോലെ ഒരു രൂപവും കാണാം. ബ്രൂക്ക് ഇപ്പോൾ ഈ കാഴ്ച എല്ലാം കൂടെ കണ്ടിട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഷുറി ബ്രൂക്കിനോട് പറയുന്നുണ്ട്, ഇവിടുത്തെ യുദ്ധം അവസാനിച്ചു ബ്രൂക്ക്, നിനക്ക് സന്തോഷമായില്ലേ. സോ ഗൈസ്, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഈവിളായിട്ടുള്ളൊരു ചിരിയും ചിരിച്ചുകൊണ്ട് ഷുറി നിൽക്കുന്നിടത്ത് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് അടുത്ത ആഴ്ച കിട്ടൂല, അടുത്ത ആഴ്ച ബ്രേക്കാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പോ ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.